greater film than a great film. ഇത് ഒരു സംവിധായകൻ എന്നുള്ള നിലയ്ക്ക്, സംഗീത സംവിധായകൻ എന്ന നിലയ്ക്ക് പറഞ്ഞതാണ്. ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് സിനിമ കണ്ടു തുടങ്ങിയപ്പോൾ എവിടേക്കാണ് പോകുന്നതെന്ന് ഒരു പിടി കിട്ടുന്നില്ല. ഒരു ഫ്ലാറ്റ് എന്നൊക്കെ പറഞ്ഞ് എനിക്കൊന്നും അറിയില്ല സിനിമയെ കുറിച്ചിട്ട്. അത് കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ സിനിമയിലേക്ക് കയറി ഇൻ്റർവെല്ലായപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പടം. പക്ഷേ എൻ്റെ മനസ്സിൽ സംശയം ജനിച്ചു പെട്ടെന്ന്. കാരണം നോട്ട് ദ കൈൻഡ് ഓഫ് സിനിമ, ബട്ട് പ്രമേയം കൊണ്ട് സിനിമയ്ക്കുള്ളിലെ ഒരു സിനിമാ കഥ എന്നുള്ള നിലയ്ക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്ത ഒരു സിനിമ ഇതിനാണ് താരം. അതൊക്കെ എന്തെങ്കിലും ഹാപ്പൻ, ഇറ്റ് ടോട്ടലി ട്വിസ്റ്റഡ് ഇൻ ഡിഫറെൻറ്റ് വേറൊരു ദിശയിലേക്ക് തിരക്കഥ ജോൺ കൊണ്ടുപോയി. അത് ഇതിനു മുമ്പ് കാണാത്ത ഒരു ദിശയാണ്. അപ്പം പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് എവിടേക്കാണ് പോകണമെന്ന് പക്ഷെ മനസ്സിലായി വരുമ്പോഴാണ് ഇത് സിനിമ എന്താണെന്ന് അവസാനിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. സോ ഇറ്റ് വാസ് എ ഗ്രേറ്റ് എഫേർട്ട് ഫ്രം ദ ഡയറക്ടർ. ഒരു മുൻവിധിയും വെച്ചിട്ട് ഈ സിനിമ കാണാൻ പറ്റില്ല. സാധാരണ ഒരു സിനിമ കാണുന്ന എല്ലാവരും പ്രേക്ഷകർക്കും ഉണ്ടാവും ഒരു സിനിമ ഇങ്ങനെയായിരിക്കണം എന്ന് വിചാരിച്ചിട്ട് പോയി കാണും. പല അഡ്വർടൈസ്മെൻറ്റും ഇതിൻ്റെ ട്രailer കണ്ടിട്ട് മനസ്സിലാവില്ല. സിനിമ മൊത്തം കഴിയുമ്പോഴാണ് ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഫിലിം എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി ഇതിൽ എവറിഥിങ് വാസ് പെർഫെക്റ്റ്, എവറിഥിങ് വാസ് ഗ്രേറ്റ്. പക്ഷേ എല്ലാത്തിലുപരി പറയേണ്ടത് നമ്മുടെ എൻ്റെ സുഹൃത്ത് ഇന്ദ്രൻസ്. ഞങ്ങളൊക്കെ ഏതാണ്ട് ഒരേ കാലത്തല്ല, എന്നെക്കാളും ജൂനിയറായിട്ട് വന്നേന്ന് തോന്നുന്നു. പക്ഷേ എങ്കിലും മാർവലസ് ജോബ്. ഇനിയൊരു പകരം മറ്റൊരാളെ കൊണ്ട് ഈ റോൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ ക്രെഡിറ്റ് ഇതിൻ്റെ സംവിധായകനും കൂടിയുണ്ട്, അദ്ദേഹത്തിനെ കൊണ്ട് ഇത് ചെയ്യിച്ചത്. മേ ബി ഇന്ദ്രൻസ് ഇത് ആദ്യമായിട്ടായിരിക്കും ഇത്രയും ഗഹനമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാപാത്രം ചെയ്യുന്നത്. പിന്നെ കൂടുതലൊന്നും പറയുന്നില്ല. എനിക്ക് നമ്മുടെ ജോൺ പോൾ അഭിപ്രായ വ്യത്യാസമുണ്ട്, ഒരു ശത്രുത ഫീൽ ചെയ്യുന്നുണ്ട്. എന്തിനാണെന്നറിയോ? ഈ ജോൺ പോൾ സ്ഥിരം ചെയ്യുന്നത് എൻ്റെ കൂടെ വളരെ നന്നായിട്ട് എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഫ്ലൂട്ടിസ്റ്റ് പയ്യനുണ്ടായിരുന്നു, വിഷ്ണു. അവനെ പിടിച്ച് മ്യൂസിക് ഡയറക്ടർ ആക്കി. പിന്നെ അവനെനിക്ക് ഫ്ലൂട്ട് വായിക്കാൻ പറ്റാണ്ട് ഇപ്പം 2 കൊല്ലമായിട്ട് 10 കൊല്ലത്തിലും മേലെ എൻ്റെ കൂടെ കീബോർഡ് വായിച്ചിരുന്ന പാഷനേറ്റ് മ്യൂസിഷ്യൻ, ഡെഡിക്കേറ്റഡ് മ്യൂസിഷ്യൻ അജീഷ് ആൻഡോ. ഐ വാസ് ഡിപ്പെൻഡിങ്. കാരണം നമുക്ക് പെർമനൻ്റായിട്ട് ഒരാൾ നമ്മളുടെ കൂടെ നമ്മുടെ ായിട്ട് വർക്ക് ചെയ്യുന്നു. ആ അജീഷ് ആടിനെയും പിടിച്ച് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കൊണ്ട് ഇനിയിപ്പോൾ ആരെയാണ്, ഇനിയിപ്പോൾ എന്നെ മാത്രമേ കൊണ്ടുപോകാനുള്ളൂ. ഞാൻ ആരെങ്കിലും പിടിച്ചൊന്ന് ട്രെയിൻ ചെയ്ത് എൻ്റെ കൂടെ വളർത്തി വരുമ്പോൾ അപ്പോൾ പിടിച്ചു കൊണ്ടുപോകുക മാത്രമല്ല, അവരെ ഒരു വലിയ പ്രശസ്തിയിലേക്കും സക്സസ്ഫുൾ വിജയകരമായിട്ടുള്ള അവരുടെ ഒരു പുതിയ ഉദ്യമത്തിലേക്ക് അവരെ കരകയറ്റി വിടുന്നുണ്ട്. പിന്നെ അവരെ തിരിഞ്ഞു നോക്കി എത്ര വിളിച്ചാലും പിന്നെ അവർക്ക് നമ്മുടെ അടുത്തേക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഒരു നഷ്ടം എനിക്ക് എപ്പോഴും ഉണ്ടാക്കി തരുന്നുണ്ട്. അതിന് പകരം എന്തെങ്കിലുമൊക്കെ തരേണ്ടി വരും. അത് ഈ അവസരത്തിൽ അറിയാണ്. ഇത്രയൊക്കെ ഉള്ളൂ. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഫിലിം. John, this will be his 3rd victory. I think he has done only few films. First one, Guppy, then Ambili. Great film, greater film. This will be a greatest film. Congratulations and all the best. Thank you, Ashish Prasan sir. Now, Sunny Ring, I think in the happiness double ആണ് അല്ലേ? 14 years celebrate ചെയ്യുന്നു. പിന്നെ